ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ഹൽവയാണ്. വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അലിഞ്ഞ് പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് വേണം. ഇത് നല്ല പോലെ ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഒരു 3 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് ശർക്കര വേണം. നമ്മളിവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസമൊക്കെ വരും കേട്ടോ. ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ശർക്കര ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ ഉരുക്കി നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ അരിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുത്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നുറുക്ക് ഗോതമ്പിൽ ഈ വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെയും ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് 1 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചതിന് ശേഷം നമുക്ക് ഈ നുറുക്ക് ഗോതമ്പിൻ്റെ പാല് നമുക്ക് എടുക്കണം. അപ്പോൾ നല്ല പോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെറിയ ഓട്ടകളുള്ള ഒരു അരിപ്പയിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം കണ്ടോ ഇതേപോലെ നമുക്ക് ബാക്കി കിട്ടും. ഇനി നുറുക്ക് ഗോതമ്പിൻ്റെ ആ പാല് മാത്രം നമുക്കിനി ആവശ്യമുള്ളൂ. അപ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ പാല് കണ്ടോ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടി പാലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 കപ്പ് സാധാരണ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അങ്ങനെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറുകി ഒന്ന് കട്ടയായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ടാവും. അതേപോലെ തന്നെ കട്ടൊക്കെ പിടിക്കുന്നുണ്ടാവും. സാരമില്ല. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർന്ന് ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇതേപോലെ ഇടയ്ക്കൊക്കെ കട്ടകൾ കാണും. സാരമില്ല, ഇങ്ങനെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ കുറുകി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിതിട്ടിട്ട് അങ്ങോട്ട് പോകുന്നു വേണ്ട കേട്ടോ. കണ്ടിന്യൂസ് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അധികം നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ കണ്ടോ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടാണ് നമ്മളിവിടെ കുറുക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവാണ് തോന്നുമ്പോൾ നമുക്കിതേപോലെ 1 ടീസ്പൂൺ വെച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ ഒരു 4 ടീസ്പൂണോളം നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നന്നായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് കണ്ടോ പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പാത്രം എടുത്താൽ മതി. അതിലോട്ട് നെയ്യ് നന്നായിട്ട് ഒന്ന് തൂകിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിവിടെ കുറച്ച് വെളുത്ത കളറിലുള്ള എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഹൽവ നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നെയ്യ് തൂകിയ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് നിരപ്പാക്കി എടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ നന്നായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ള കളറിലുള്ള എള്ള് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട് കുറച്ച് കശുവണ്ടി വേണമെങ്കിൽ അങ്ങനെയായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു 2-3 മണിക്കൂർ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ചൂടൊക്കെ ആറി നല്ല പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പം തന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ പോരും. അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അലിഞ്ഞു പോകുന്ന ഒരു ഹൽവയാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 1/2 മണിക്കൂർ തൊട്ട് ഒരു 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. മുറിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അലുവയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയും കൂടിയാണ്. നമ്മളധികം നെയ്യൊന്നും ചേർത്തിട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു.